ഗുഡ് ഈവനിങ്. ഇപ്പൊ ഇന്ന് നമ്മൾ നീൽസ് അക്കാഡമിയിൽ നോക്കാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിന്റെ ബാക്കി ടോപ്പിക്സ് ആണ്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻവയോൺമെന്റൽ മൈക്രോബയോളജിയിൽ ഒരു 3 ടോപ്പിക്സോളം കവർ ചെയ്തിട്ടുണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ്. ഇത് എൻവയോൺമെന്റൽ മൈക്രോബയോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള ടോപ്പിക്സുകളാണ്. ഈ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇപ്പം ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നോക്കാം. ഇപ്പൊ എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ? ഇതിന്റെ ഷോർട്ട് ഫോം ആണ് BNF എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? അറ്റ്മോസ്ഫറിക് ഡൈനൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു കെമിക്കൽ ആക്ടിവിറ്റീനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. എന്തിന്റെയും കൂടെ ആക്ഷൻ ഉണ്ട്? ബയോളജിക്കൽ ആക്ഷൻ ആണ് അവിടെ. കെമിക്കൽ ആക്ടിവിറ്റി ആണെങ്കിൽ കൂടെ അവിടെ ബയോളജിക്കൽ ആക്ഷൻ നടന്നതിന് ശേഷമാണ് അത് അമോണിയ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുക. കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് ഡൈനൈട്രജൻ ഇൻടു അമോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം കോൾഡ് നൈട്രോജനേസ്. നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇവിടെ ഈ ഒരു കൺവേർഷന് സഹായിക്കുന്നത്. അതായത് ഡൈനൈട്രജൻ ടു അമോണിയ എന്നുള്ള കൺവേർഷന് സഹായിക്കുന്ന എൻസൈം ആണ് നൈട്രോജനേസ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി പലതരത്തിൽ നൈട്രജൻ ഫിക്സേഷൻ പോസിബിൾ ആണ്. ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലാതെ തന്നെ നൈട്രജൻ ഫിക്സേഷൻ പല രീതിയിൽ പോസിബിൾ ആണ്. ഇപ്പോൾ പ്ലാന്റ്സ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് പ്ലാന്റ്സിനെ തന്നെയാണ്. വെജിറ്റബിൾസ് ആണ് കൂടുതൽ നമ്മൾ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? നമുക്ക് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഈ പ്ലാന്റ്സിൽ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കും കൂടെ കിട്ടുള്ളൂ. അപ്പൊ ഈ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ന്യൂട്രിയൻസ് ഫോം ചെയ്യുന്നത് അത് പ്ലാന്റ്സ് തനിയെ സിന്തസൈസ് ചെയ്യാണ്. ഒരു സീഡ് അത് ജെർമിനേറ്റ് ചെയ്ത് വലിയൊരു പ്ലാന്റ് ആയി അതിൽ നമുക്ക് ക്രോപ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സിൽ അവിടെ ന്യൂട്രിയൻസ് ഈ പ്ലാന്റ്സ് തന്നെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. വേരിയസ് എലമെന്റ്സ് നമ്മുടെ സോയിലിന്റെ അകത്തുള്ള പല എലമെന്റ്സും അബ്സോർബ് ചെയ്ത് പിന്നെ സൺലൈറ്റ് യൂസ് ചെയ്തിട്ടും ആണ് ഈ ഒരു സിന്തസിസ് നടക്കുന്നത്. പല ന്യൂട്രിയൻസും സിന്തസൈസ് ചെയ്യുന്നത് പ്ലാന്റ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, സോയിലിൽ നിന്നും ഒരുപാട് എലമെന്റ്സിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ന്യൂട്രിയൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു എലമെന്റ് ആണ് നമ്മുടെ നൈട്രജൻ. നൈട്രജൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ നമുക്ക് സ്റ്റൊമാറ്റ ഓഫ് ലീവ്സിലൂടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും നൈട്രജനെ അറ്റ്മോസ്ഫറിക് നൈട്രജനെ ആ ഒരു രീതിയിൽ നമുക്ക് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഡൈനൈട്രജൻ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ആണ് നൈട്രജൻ. ട്രിപ്പിൾ ബോണ്ട് N ആണ് വരുന്നത്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമാണ്. അപ്പൊ പ്ലാന്റ്സിന് അത് ഡയറക്റ്റ് ആയിട്ട് ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ് പ്ലാന്റ്സിന് ഈ ഒരു നൈട്രജൻ എത്തിച്ചു കൊടുക്കുന്നത് വേറൊരു ഫോമിലാണ്. നൈട്രജൻ ഇൻ ദ ഫോം ഓഫ് അമോണിയ ആയിട്ടാണ് അവിടെ പ്ലാന്റ്സ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇതിന് സഹായിക്കുന്നത് പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. മെയിൻലി ബാക്ടീരിയാസ് ആണ് ഇതിനെ സഹായിക്കുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സഹായിക്കുന്ന ബാക്ടീരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന് ഫ്രീ ലിവിങ്, അതായത് നമ്മുടെ സോയിലിൽ ഫ്രീ ആയിട്ട് കാണുന്ന മറ്റൊന്നിനോടും അറ്റാച്ച് ചെയ്ത് കാണാതെ അത് തനിയെ ജീവിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ടാവാം. അതിന് ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സും ഉണ്ടാവാം. അതേപോലെ തന്നെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സും ഉണ്ട്. എന്താണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്? ഫ്രീ ലിവിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് സിംബയോസിസ് എന്താണ്. റൈസോബിയ അതേപോലെ അസോസ്പൈറില മെസോബാക്ടറിന്റെ ഒക്കെ കേസ് വന്ന ടൈമിൽ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് സിംബയോസിസ് എന്ന്. 2 പേർക്കും മ്യൂച്വലി അതിന്ന് കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജസ്, അതായത് ഇപ്പൊ ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ രണ്ടിനും അത് അഡ്വാൻറ്റേജ് ആണ്. രണ്ടിനും അത് ദോഷകരമായ ഡിസഡ്വാൻറ്റേജ് അല്ല, അഡ്വാൻറ്റേജ് ആണ് അവിടെ കിട്ടുന്നത്. ഇപ്പൊ ഒരു ബാക്ടീരിയ പ്ലാന്റിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയക്ക് വേണ്ടുന്ന എനർജി ഈ പ്ലാന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാന്റിന് ഒരു സഹായം എന്ന പോലെ
ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈസോബിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ നൈട്രജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോ പ്ലാന്റിനും അതൊരു അഡ്വാൻറ്റേജ്, യൂസ്ഫുൾ ആണ്. അതേപോലെ ഈ ഒരു ബാക്ടീരിയാസിന് വേണ്ടുന്ന എനർജി ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? അത് നമ്മുടെ പ്ലാന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടും മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ആ ഒരു ഇതിനെയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സും ഉണ്ട്, പ്ലാന്റ്സിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന നൈട്രജൻ ഫിക്സേഴ്സും ഉണ്ട്. ഫ്രീ ലിവിങ്ങിന് എക്സാമ്പിൾസ് ആണ് അസോബാക്ടർ, ബെയ്ജർനിക്ക, റോഡോസ്പൈറിലം, സൈനോബാക്ടീരിയ. ഇത് 4 ഇതിന് ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഓഡ് 1 ആയിട്ട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫ്രീ ലിവിങ് നൈട്രജൻ, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓഡ് 1 ഔട്ട് എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഒരു 3 ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സും തന്നു, അതേപോലെ ഒരെണ്ണം സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സും തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏതാണ് ഓഡ് 1 ഔട്ട് എന്ന് ചോദിക്കാം. അപ്പൊ ഈ 4 പഠിച്ചു വെക്കുക. ഇനി സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സിന് എക്സാമ്പിൾ ആണ് റൈസോബിയം, ഫ്രാങ്കിയ. റൈസോബിയം എന്നുള്ളത് റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമേ പ്ലാന്റ്സിൽ കാണുന്നതാണ്. നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൽ കാണുന്നതാണ് ഫ്രാങ്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ 6 ബാക്ടീരിയാസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി ഈ ഒരു ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് അമോണിയ ആണ്. പിന്നെ നമുക്ക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഏതൊക്കെയാ നോക്കാം. അപ്പൊ പല തരത്തിലുണ്ട്. ഫ്രീ ഇൻ സോയിൽ ഉണ്ട്, അസോസിയേറ്റീവ് ഉണ്ട്, എൻഡോഫൈറ്റിക് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. ഇപ്പൊ ഫ്രീ ഇൻ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോബാക്ടർ, ക്ലോസ്ട്രീഡിയം, സൈനോബാക്ടീരിയ ഇതൊക്കെയാണ്. അസോസിയേറ്റീവിന് എക്സാമ്പിൾ അസോസ്പൈറിലം, ഹെർബോസ്പൈറിലം. എൻഡോഫൈറ്റിക്കിന് എക്സാമ്പിൾ ആണ് ബ്രാഡി റൈസോബിയം, അസോറൈസോബിയം, ഫ്രാങ്കിയ, അനബീന. സിംബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോൺ, അസറ്റോബാക്ടർ. ഇത്രയും എക്സാമ്പിൾസ് ആണ്. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കേണ്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ആണ് ഈ ഒരു ഫ്ലോ ചാർട്ട് പോലുള്ളതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഈ ഒരു സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ്. അപ്പൊ എന്താണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ? നമുക്കറിയാം, ഞാൻ എന്താണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറഞ്ഞു. ഒരു പ്ലാന്റും അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബാക്ടീരിയയും തമ്മിലുള്ള ആ ഒരു കണക്ഷന്റെ പുറത്ത് വരുന്ന നമുക്ക് ഉപകാരം, അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇപ്പൊ ഈ ലെഗുമിനസ് പ്ലാന്റും റൈസോബിയവും തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ ലെഗുമിനസ് പ്ലാന്റും അതേപോലെ റൈസോബിയവും തമ്മിൽ ഒരു അസോസിയേഷൻ വരുന്ന സമയത്ത് അത് പ്ലാന്റിന്റെ ഗ്രോത്തിനും അതേപോലെ വളരെയധികം എക്കണോമിക് ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവര് തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ. ഈവൻ ഇവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാമെങ്കിൽ കൂടെ ഇപ്പൊ റൈസോബിയം എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്, പ്ലാന്റ് എന്ന് പറയുന്നത് വേറൊരു ഇൻഡിവിജ്വൽ ആണ്. ഇവർക്ക് രണ്ടുപേർക്കും അസോസിയേറ്റ് ചെയ്യാതെയും അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. പക്ഷേ ഇവര് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഈവൻ ബാക്ടീരിയ ഒറ്റയ്ക്കാണെങ്കിൽ ആ ഒരു നൈട്രജൻ ഫിക്സേഷൻ ആർക്ക് സാധ്യമാവില്ല? ഈ ഒരു റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയാസിന് പോസിബിൾ അല്ല. ആ പ്ലാന്റിന് ഒരിക്കലും നൈട്രജനെ ഡയറക്ട്ലി അബ്സോർബ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ നിന്നാൽ മാത്രമേ, അസോസിയേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കിട്ടുകയും ചെയ്യുള്ളൂ. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നൈട്രജന് നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും? പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഓർഗാനിക് ഫാമിങ്ങിലും ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഈ ലെഗുമിനസ് പ്ലാന്റിൽ ഈ ഒരു സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്? റൂട്ട് നോഡ്യൂൾസ് ഫോർമേഷൻ വഴിയാണ് ഈ ഒരു നൈട്രജൻ ഫിക്സേഷൻ പോസിബിൾ ആവുന്നത്. അതായത് ഈ ബാക്ടീരിയയും പ്ലാന്റും തമ്മിൽ ആ ഒരു ഇന്ററാക്ഷൻ വരുന്നത് ഫോർമേഷൻ ഓഫ് റൂട്ട് നോഡ്യൂള് വഴിയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈസോബിയം ലെഗുമിനസ് പ്ലാന്റ് സിംബയോസിസ്. ചില കാര്യങ്ങളൊക്കെ സോയാബീൻ പ്ലാന്റ്സിൽ എന്താണ്, ബീൻ പ്ലാന്റ്സിൽ എന്താണ്, ബുഷ് ബീൻ, പർപ്പിൾ ബുഷ് ബീനിൽ എന്താണ്, ലോട്ടസിൽ എന്താന്നുള്ള ബാക്ടീരിയൽ സ്പീഷീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോറി. അപ്പൊ അതൊന്ന് നോക്കുക. ഇപ്പൊ സോയാബീനിലാണെന്നുണ്ടെങ്കിൽ ബ്രാഡി റൈസോബിയം, അതേപോലെ സൈനോറൈസീബിയം, ഇതൊക്കെയാണ് ബാക്ടീരിയൽ സ്പീഷീസ് ആയിട്ട് വരുന്നത്.
ഇനി ബീനിലാണെങ്കിലോ റൈസോബിയം ട്രോപ്പിക്സും റൈസോബിയം എറ്റ്ലിയാണ് വരുന്നത്. പേർപ്പിൾ ബുഷ് ബീനിലാണെങ്കിൽ ബ്രാഡി റൈസോബിയത്തിന്റെ തന്നെ 2 സ്ട്രെയിൻസ് ആണ് വരുന്നത്. പിന്നെ ലോട്ടസിലാണെങ്കിൽ മെസോ റൈസോബിയം ആണ് വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനുള്ള ഒരാളാണ് റൈസോബിയ. എന്താണ് റൈസോബിയ? ഒരു ബാക്ടീരിയ ആണെന്ന് അറിയാം. ബാക്ടീരിയാസ് തന്നെ 2 ടൈപ്പിലുണ്ട്. ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ റൈസോബിയ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാസില്ലി ആണ്. ഫ്രീ ആയിട്ട് സോയിലിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്താണ്, എസ്പെഷ്യലി ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് കാണുന്നത്? ലെഗുമേ പ്ലാന്റ്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന സ്ഥലത്താണ് ഈ ഒരു ബാക്ടീരിയ കാണുന്നത്. ഈ ഒരു ബാക്ടീരിയക്ക് നൈട്രജൻ ഫിക്സേഷൻ പോസിബിൾ അല്ല. ഇവൻ എന്ത് കണ്ടീഷനിൽ? അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇൻവേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് ഈ ഒരു നൈട്രജൻ ഫിക്സേഷൻ ആർക്ക് പോസിബിൾ അല്ല? റൈസോബിയത്തിന് പോസിബിൾ അല്ല. അത് പ്ലാന്റുമായിട്ടുള്ള ഇൻവേഷൻ സംഭവിച്ചാൽ മാത്രമേ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ഈ ഒരു ബാക്ടീരിയത്തിന് പോസിബിൾ ആവുള്ളൂ. ഇനി സിംബയോസിന്റെ സ്റ്റേജസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഇതുണ്ട്. ഇപ്പൊ ബീൻ പ്ലാന്റിനാണെന്നുണ്ടെങ്കിൽ റൈസോബിയം ട്രോപ്പിക്സ് അല്ലെങ്കിൽ റൈസോബിയം എറ്റ്ലി തന്നെ വേണം. അതിന് വേറെ ഏതെങ്കിലും റൈസോബിയത്തിന്റെ സ്ട്രെയിൻ വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സിംബയോസിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് എവിടെയാണോ ഉള്ളത്, ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണോ, ഏത് ടൈപ്പ് ഓഫ് ഹോസ്റ്റ് ആണോ, ആദ്യം ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയാസ് ആണെങ്കിൽ അത് അതിന്റെ ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. റെക്കഗ്നിഷൻ ഓഫ് എ ഹോസ്റ്റ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു ബാക്ടീരിയം റൂട്ട് ഹെയറുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. അതിനുശേഷം ഇൻവേർഷൻ ആണ്, ഇതിന്റെ ഉള്ളിലേക്കുള്ള എൻറ്ററിങ് ആണ്. പിന്നെ നൊഡ്യൂൾ ഫോർമേഷൻ അഥവാ നോഡുലേഷൻ. നൊഡ്യൂൾ ഫോർമേഷന്റെ ഷോർട്ട് ആയിട്ടുള്ളതാണ് നോഡുലേഷൻ. ഈ ഒരു 4 സ്റ്റേജ് ആണ് സിംബയോസിസിൽ ഉള്ളത്. ഇനി എന്താണ് ലെഗുമേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി പീ പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയും. പീ അല്ലാതെ വരുന്നത് സോയാബീൻസ്, പീനട്സ്, ക്ലോവേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? symbiotic bacteria called rhizobia within nodules in their root system producing nitrogen compounds helps to the plant grow and compete with the other plants. റൈസോബിയ എന്നുള്ള ബാക്ടീരിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നൈട്രജൻ കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് പ്ലാന്റിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി ഈ പ്ലാന്റ്സ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ പ്ലാന്റ്സിന്റെ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, ലിവിങ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നൈട്രജനെ റിലീസ് ചെയ്യും. അത് ബാക്കി പ്ലാന്റ്സിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സോയിലിനെ ഫെർട്ടിലൈസ് ആക്കാനും സഹായിക്കുന്നുണ്ട്. ഇതാണ് ലെഗുമേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലെഗുമേ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ള ക്രോപ്സ് ഐറ്റംസ് ഒക്കെ. ഒരുപാട് ടൈപ്പ് ഓഫ് ബീൻസ് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നൊഡ്യൂൾ ഫോർമേഷൻ ആണ്. എന്താണ് നൊഡ്യൂൾ ഫോർമേഷൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ക്രോപ്സ് ഒക്കെ എടുത്തിട്ടുള്ള, അതായത് അതിന് കിട്ടുന്ന ഈൽഡൊക്കെ എടുത്തിട്ടുള്ള പയർ ചെടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാവും. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട്സിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മണി പോലെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതെന്താണ്? അതാണ് നമ്മുടെ നൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ നൊഡ്യൂൾ ഫോർമേഷന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ആദ്യം ബാക്ടീരിയ ആ ഹോസ്റ്റിനെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇതാണ് കേട്ടോ ആ ബാക്ടീരിയാസ്. ബാക്ടീരിയാസ് എന്ത് ചെയ്തു? ഈ റൂട്ട് ഹെയർസിനെ അറ്റാച്ച് ചെയ്തു. റൂട്ട് ഹെയർസിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തു. അവിടെ നിന്ന് എന്താ സംഭവിച്ചത്? ഇത് അതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് എൻ്റർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ റൂട്ട് സെൽസ് അതിനുള്ള ഇൻഫെക്ഷൻ കനാല് പ്രൊവൈഡ് ചെയ്യും. അതുവഴി ഈ റൂട്ടിന്റെ ഈ അറ്റത്ത് എത്താനായിട്ട് പറ്റും. ഇങ്ങനെ ഇതിന്റെ ഡെപ്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് ഈ ഒരു നൊഡ്യൂള്. ഈ നൊഡ്യൂളിന്റെ അകത്തായിരിക്കും നമ്മുടെ ബാക്ടീരിയാസ് ഉണ്ടാവുക. ഈ നൊഡ്യൂളിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ബാക്ടീരിയാസ് എന്തായിട്ട് മാറും? ബാക്ടീരിയോട്സ് ആയിട്ട് മാറും. ഇതാണ് നൊഡ്യൂൾ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മെയിൻലി 2 പ്രോസസ് ആണുള്ളത്. ഇൻഫെക്ഷനും അതേപോലെ തന്നെ നൊഡ്യൂൾ ഓർഗനോജനസിസും ആണ് 2 സ്റ്റെപ്പ് ആയിട്ട് ഉള്ളത്.
ഇതാ ഇവിടെ നോക്കുക, സ്റ്റേജസ് ഇൻ റൂട്ട് മൊഡ്യൂൾ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം രണ്ടിനെയും തിരിച്ചറിയുക. ബാക്ടീരിയത്തിനെ അതേപോലെ ബാക്ടീരിയം പ്ലാന്റിനും തിരിച്ചറിയണം. പ്ലാന്റ് അതേപോലെ തന്നെ ഇത് എനിക്ക് പറ്റുന്ന ബാക്ടീരിയ ആണോ വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു കാര്യം റെക്കഗ്നൈസ് ചെയ്യണം. അതിനുശേഷമാണ് ബാക്ടീരിയാസ് റൂട്ട് ഹെയറിൽ അറ്റാച്ച് ആവുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയം നോഡ് ഫാക്ടേഴ്സിനെ എക്സ്ക്രീറ്റ് ചെയ്യും. ഇൻവേർഷൻ സംഭവിക്കും. ഇൻവേർഷൻ ഓഫ് ദ റൂട്ട് ഹെയർസ് ബൈ ബാക്ടീരിയൽ ഫോർമേഷൻ ഓഫ് ആൻ ഇൻഫെക്ഷൻ ത്രെഡ്. ഇൻഫെക്ഷൻ ത്രെഡ് അവിടെ ഫോം ചെയ്യും. ഈ ഇൻഫെക്ഷൻ ത്രെഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ റൂട്ട് സെൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെപ്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെയിൻ റൂട്ടിൽ ആ ഒരു മെയിൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയൽ സെൽസ് ഡീഫോർമേഷൻ സംഭവിച്ചിട്ട് ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറും. ബാക്ടീരിയോയിഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്? ഡെവലപ്പ് ചെയ്ത് നൈട്രോജൻ ഫിക്സിംഗ് സ്റ്റേറ്റിൽ എത്തും. അങ്ങനെ ഈ ബാക്ടീരിയൽ ഡിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അങ്ങനെ ഒരു മെച്യൂർ ആയിട്ടുള്ള റൂട്ട് നൊഡ്യൂൾ അവിടെ ഫോം ചെയ്യും. അങ്ങനെയാണ് റൂട്ട് നൊഡ്യൂളിന്റെ ഫോർമേഷൻ. ഇനി നൊഡ്യൂൾ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. ഈ നൊഡ്യൂൾ ഫോർമേഷന് മുമ്പായിട്ട് തന്നെ അവിടുത്തെ കെമിസ്ട്രിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ എന്തൊരു സാധനം വരികയാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നമ്മളെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിഗ്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തി നമ്മൾ അവിടെ റിഫ്ലക്സ് ആക്ഷൻ കാണിക്കും. അതേപോലെ തന്നെ സിഗ്നൽസ് ഇവര് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഈ റൈസോബിയം പ്ലാന്റിന്റെ റൂട്ടും ആണെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടക്കും, സിഗ്നലിന്റെ എക്സ്ചേഞ്ച് നടക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയയും യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഹോസ്റ്റും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. പ്ലാന്റ് ജീൻ ആയിട്ടുള്ള നൊഡുലിൻ ജീൻസ്, അതായത് നൊഡ്യൂളിൻ അഥവാ നോഡുലിൻ ജീൻസ്, ക്യാപിറ്റൽ ലെറ്റർ NOD എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് പ്ലാന്റിന്റെ ജീൻസ് ആണ്. അതേപോലെ റൈസോബിയൽ ജീൻസും ഉണ്ട്. ആ റൈസോബിയൽ ജീൻസിനെ പറയുന്നതാണ് നോഡുലേഷൻ ജീൻസ്. ഇവര് തമ്മിലാണ് ആ ഒരു ഇന്ററാക്ഷൻ വരുന്നത്. അതൊന്ന് നോക്കി വെക്കുക. ഇനി ഇതിന്റെ ബയോകെമിസ്ട്രി ആണ് നോക്കുന്നത്. നമ്മളിപ്പോ എന്താ പറഞ്ഞ? നോഡുലിൻ ജീൻസും അതേപോലെ നോഡുലേഷൻ ജീൻസും എന്താണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത്? ഇപ്പോ ഒരു ബാക്ടീരിയ ഉള്ള സ്ഥലത്ത് നമ്മൾ ആ ഒരു പീ പ്ലാന്റിന് അല്ലെങ്കിൽ ലെഗുമിയ പ്ലാന്റിന് നമ്മൾ പ്ലാന്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് അത് ഇവരുടെ ഹോസ്റ്റ് ആണ് എന്ന് ഇവര് റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റ് എന്ത് ചെയ്യും? ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റ് ഒരു കെമിക്കല് സെക്രീറ്റ് ചെയ്യും. ഫ്ലേവനോയിഡ്സും ഹോമോസെറിനും ആണ് ഇവര് സെക്രീറ്റ് ചെയ്യുന്നത്. അതൊരു കെമിക്കലാണ്. ആ കെമിക്കല് നമ്മുടെ ബാക്ടീരിയാസിന് തിരിച്ചറിയാനായിട്ട് പറ്റും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതെന്റെ ഹോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഈ ബാക്ടീരിയാസ് ഈ റൂട്ടിന്റെ അടുത്ത് എത്തും. അവിടെ വെച്ചിട്ട് ഈ ഒരു ബാക്ടീരിയാസിന്റെ സർഫസിൽ അഡേഷൻ പ്രോട്ടീൻ പ്രസന്റ് ആണ്. റിക്കാർഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡേഷൻ പ്രോട്ടീൻ പ്രസന്റ് ആയിട്ടുണ്ട്. ഈ റിക്കാർഡേഷൻ എന്തിനു സഹായിക്കും? കാൽഷ്യം ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. അത് ബാക്ടീരിയയും പ്ലാന്റും ആയിട്ടുള്ള അറ്റാച്ച്മെന്റിന് സഹായിക്കും. അപ്പൊ ആദ്യം എന്താ സംഭവിച്ചത്? പ്ലാന്റിന്റെ റൂട്ട്, അതായത് നമ്മുടെ ഹോസ്റ്റ് ഒരു കെമിക്കൽ എക്സ്ക്രീറ്റ് ചെയ്യും. ഫ്ലേവനോയിഡ്സും ഹോമോസെറിനും ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ആ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഈ ഒരു കെമിക്കൽസിന് ബാക്ടീരിയാസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബാക്ടീരിയ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസിൽ ഉണ്ടാവുന്ന ഒരു പ്രോട്ടീൻ ആണ് അഡിഷൻ പ്രോട്ടീൻ. അതാണ് റിക്കാർഡേഷൻ. ആ റിക്കാർഡേഷൻ എന്തിനെ സഹായിക്കുന്നതാണ്? ഈ പ്ലാന്റും ബാക്ടീരിയയും തമ്മിലുള്ള അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നതാണ്. അതൊരു കാൽഷ്യം ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഇതിന് സഹായിക്കുന്നു. ഇനി ഈ ലെഗുമെ സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യും. യൂഷ്വലി ഫിനോളിക്സ് ആണ് സിഗ്നൽസ് ആയിട്ട് കൊടുക്കുന്നത്. ആ സിഗ്നൽസ് എന്ത് ചെയ്യും? ബാക്ടീരിയൽ മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങി ബാക്ടീരിയക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫാക്ടറാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. അത് യൂഷ്വലി നോഡ് D എന്ന് പറയുന്ന ജീനാണ് എൻകോഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫ്ലേവനോയിഡ്സ് ഇപ്പൊ ആക്റ്റീവായി, ഈ നോഡ് D ആക്റ്റീവായി, ഇവർ അതിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസിന് മനസ്സിലായി ഇതാണ് ഹോസ്റ്റ് എന്ന്. അപ്പൊ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോഡ് D എന്ന് പറയുന്ന ജീൻ എന്തായിട്ടുണ്ടാവും? ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പൊ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇന്ററാക്ട് വിത്ത് ഫ്ലേവനോയിഡ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഈ ഒരു ഇന്ററാക്ഷൻ എന്തിനു സഹായിക്കും? വേറെ നോഡ് ABC എന്ന് പറയുന്ന വേറെയുള്ള ജീൻസിനെ ആക്ടിവേറ്റ് ആക്കും. അങ്ങനെ എന്താ സംഭവിക്കുന്നത്? ഈ ബാക്ടീരിയൽ പ്രൊമോട്ടേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. അതായത് നോഡ് D എന്ന് പറയുന്ന ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ബാക്ടീരിയൽ പ്രൊമോട്ടേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് വേറെയുള്ള ജീൻസിനെ ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്ന ഒരു ബയോകെമിസ്ട്രി ബിറ്റ്വീൻ നോഡുലേഷൻ,
ജീൻസ് ആൻഡ് നോഡുലിൻ ജീൻസ്. നോഡുലിൻ ജീനും നോഡുലേഷൻ ജീനും തമ്മിൽ ഉള്ള ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ പറഞ്ഞത്. ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നു പ്ലാന്റ് റൂട്ട്, അതിന് ആര് റെക്കഗ്നൈസ് ചെയ്യുന്നു? നമ്മുടെ ബാക്ടീരിയ റെക്കഗ്നൈസ് ചെയ്യുന്നു. അങ്ങനെ ബാക്ടീരിയയിലുള്ള ഒരു പ്രോട്ടീൻ റിക്കാർഡ് അഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഈ ഒരു പ്ലാന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റിനെ സഹായിക്കുന്നു. യൂഷ്വലി സിഗ്നൽസ് കൊടുക്കുന്നത് ലെഗുമെ പ്ലാന്റ്സ്, അത് ഫീനോലിക്സിന്റെ ഫോമിൽ ഫീനോലിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്ലേവനോയിഡ്സ് ആവാം, ഐസോഫ്ലേവനോയിഡ്സ് ആവാം. ഇത് ബാക്ടീരിയൽ മെംബ്രെയിനിൽ എത്തി ബാക്ടീരിയ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് എവിടെയാണ് കോഡ് ചെയ്ത് വെക്കുന്നത്? അതിന്റെ ജീൻ, ഏത് ജീൻ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? നോഡ് ഡി എന്ന് പറയുന്ന ജീനാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയയിൽ ഉള്ളതാണ് കേട്ടോ. ഇനി ഈ ഫ്ലേവനോയിഡ്സും ആക്ടിവേറ്റ് ആയിട്ടുള്ള നോഡ് ഡിയും തമ്മിലൊരു ഇന്ററാക്ഷൻ സംഭവിക്കും. ആ ഇന്ററാക്ഷൻ കാരണം ഈ ബാക്ടീരിയൽ പ്രൊമോട്ടേഴ്സുമായിട്ട് ഈ നോഡ് ഡി പ്രോട്ടീൻ ബൈൻഡ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നോഡുലിൻ ഓർ നോഡ് ജീൻസ് എന്താന്ന് നോക്കാം. കോമൺലി നോഡ് എ, ക്യാപിറ്റൽ ലെറ്റർ എ, നോഡ് ക്യാപിറ്റൽ ലെറ്റർ ബി, നോഡ് ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറയുന്നത് റൈസോബിയൽ സ്ട്രെയിൻസിലുള്ള ജീൻസ് ആണ്. ഹോസ്റ്റിന്റെ ജീൻസ് ഏതൊക്കെയാണ്? അതല്ലാതെ വരുന്ന നോഡ് പി, നോഡ് ക്യൂ, നോഡ് എച്ച്, നോഡ് എഫ്, നോഡ് ആർ, നോഡ് ഇ ഒക്കെയാണ് ഏതിൽ വരുന്നത്? ഹോസ്റ്റിന്റെ വരുന്നത്. ഇനി ഈ 3 ജീൻസ് ക്യാപിറ്റൽ ലെറ്റർ എ, ബി, സി എന്ന് പറയുന്നതാണ് നോഡ് ഫാക്ടർ സിന്തസൈസ് ചെയ്യാനുള്ള ജീന്. നോഡ് ഫാക്ടർ സിന്തസൈസ് ചെയ്യാനുള്ള ജീൻ ഏതൊക്കെയാണ്? നോഡ് എ, നോഡ് ബി, നോഡ് സി ആണ്. ഇനി എന്താണ് നോഡ് ഫാക്ടർ എന്ന് നോക്കാം. നോഡ് ഫാക്ടർ സിന്തസൈസ് ചെയ്യുന്ന ജീനിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി എന്താ നോഡ് ഫാക്ടർ എന്ന് നോക്കണ്ടേ? നോഡ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പോ കൈറ്റോ ഒലിഗോ സാക്കറൈഡ് ആണ്. കൈറ്റിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ലിപ്പോ കൈറ്റോ ഒലിഗോ സാക്കറൈഡ് എന്ന് പറയുന്നത്. നോഡ് ഫാക്ടർ ഓഫ് ഓൾ സ്റ്റഡീഡ് റൈസോബിയ ആർ. റൈസോബിയത്തിന്റെ നോഡ് ഫാക്ടർ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാം 1,4 ലിങ്ക്ഡ് എൻ അസറ്റൈൽ ഡി ഗ്ലൂക്കോസമീൻ ആണ്. അതും കൂടെ ഓർത്ത് വെക്കുക. ഇനി 3 ജീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോഡ് എ, നോഡ് ക്യാപിറ്റൽ ലെറ്റർ ബി, നോഡ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇത് ഏത് എൻസൈംസിനെയാണ് എൻകോഡ് ചെയ്തിട്ടുള്ളത്? നോഡ് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് കേട്ടോ. അവിടെ ക്യാപിറ്റൽ ലെറ്റർ നോഡ് എ, ക്യാപിറ്റൽ ലെറ്റർ നോഡ് ബി ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എൻ നോഡ് സി. ഇതാണ് ഇവരുടെ എൻസൈം എന്ന് പറയുന്നത്. ഇത് എന്തിനെ സിന്തസൈസ് ചെയ്യും? റിക്വയർഡ് ഫോർ ദ സിന്തസൈസിങ് ദ ബേസിക് സ്ട്രക്ചർ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. കുറച്ച് എൻസൈമുകളെ നമുക്ക് നോക്കാം. ഇവിടെ നോഡ് ക്യാപിറ്റൽ ലെറ്റർ എ ഈസ് ആൻ എൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അത് എന്തിനാണ് കാറ്റലൈസ് ചെയ്യുന്നത്? ഫാറ്റി അസൈൽ ചെയിനിന്റെ അഡീഷന് സഹായിക്കുന്നു. അപ്പൊ നോഡ് ക്യാപിറ്റൽ ലെറ്റർ എൻ, നോഡ് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ തന്നെയാണ്. അത് എന്ത് എൻസൈം ആണ്? എൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് ആണ്. എന്തിനാ സഹായിക്കുന്നത്? എൻസൈം എന്തെങ്കിലും കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ എൻസൈം എന്തിനാ സഹായിക്കുന്നത്? നോഡ് എ എന്ന് പറയുന്ന എൻസൈം സഹായിക്കുന്നത് ഫാറ്റി അസൈൽ ചെയിനിന്റെ അഡീഷൻ ആണ് സഹായിക്കുന്നത്. ഇനി നോഡ് ബി എന്തിനാ സഹായിക്കുന്നത്? നോഡ് ബി എന്ന് പറയുന്നത് കൈറ്റിൻ ഒലിഗോ സാക്കറൈഡ് ഡി അസറ്റലൈസ് ആണ്. ഡി അസറ്റലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ ഗ്രൂപ്പിന്റെ റിമൂവൽ ആണ്. ഫ്രം ടെർമിനൽ നോൺ റെഡ്യൂസിങ് ഷുഗറിൽ നിന്ന് അസറ്റൈൽ ഗ്രൂപ്പിന്റെ റിമൂവലിന് സഹായിക്കുന്നതാണ് നോഡ് ബി എന്ന് പറയുന്ന കൈറ്റിൻ ഒലിഗോ സാക്കറൈഡ് ഡി അസറ്റലൈസ്. അതൊന്ന് ഓർത്ത് വെക്കുക. നോഡ് സി എന്ന് പറയുന്നത് കൈറ്റിൻ ഒലിഗോ സാക്കറൈഡ് സിന്തേസ് ആണ്. അതെന്തിനാ സഹായിക്കുന്നത്? എൻ അസറ്റൈൽ ഡി ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്ന മോണോമേഴ്സ് തമ്മിൽ ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ് നോഡ് സി അഥവാ കൈറ്റിൻ ഒലിഗോ സാക്കറൈഡ് സിന്തേസ് എന്ന് പറയുന്നത്. ഈ 3 ഇമ്പോർട്ടന്റ് ആണ്. നോഡ് എ, നോഡ് ബി, നോഡ് സി എന്ന് പറയുന്നത്. അപ്പൊ നോഡ് എ അല്ലേ, അപ്പൊ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. നോഡ് സി ആയതുകൊണ്ട് കൈറ്റിൻ ഒലിഗോ സാക്കറൈഡ് സിന്തേസ്. മറ്റേത് നോഡ് ബി എന്നുള്ളത് ഓർത്ത് വെക്കുക, ഡി അസറ്റലൈസ് ആണ്. അത് അസറ്റൈൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക. എന്തിൽ നിന്ന്? ടെർമിനൽ ആയിട്ടുള്ള ടെർമിനലിൽ കിടക്കുന്ന നോൺ റെഡ്യൂസിങ് ഷുഗറിൽ നിന്ന് ആരെ റിമൂവ് ചെയ്യണം? അസറ്റൈൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് നോഡ് ബി ചെയ്യുന്നത്. ഇനി നോഡ് ഫാക്ടേഴ്സ് ഇൻഡ്യൂസ് റൂട്ട് ഹെയർ കേളിംഗ് ആൻഡ് ട്രിഗർ പ്ലാന്റ് ഡിവിഷൻ. ഈ നോഡ് ഫാക്ടേഴ്സ് ആണ് എന്തിനു സഹായിക്കുന്നത്? റൂട്ടിന്റെ കേളിങ്ങിന് സഹായിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ ഇൻഫെക്ഷൻ പ്രോസസ് എന്താ സംഭവിക്കുന്നത്? റൈസോബിയ റൂട്ട് ഹെയറുമായിട്ട് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് എന്ത് റിലീസ് ചെയ്തു? നോഡ് ഫാക്ടർ റിലീസ് ചെയ്തു. ഈ ഒരു റൂട്ട് ഹെയർ കേൾ ചെയ്യാനായിട്ടുള്ള നോഡ് ഫാക്ടർ ആണ് അവിടെ റിലീസ് ചെയ്തത്. അതേപോലെ തന്നെ
സിഗ്നൽ സെൻഡ് ചെയ്തു. എന്തിനുള്ള സിഗ്നൽ? സെൽ ഡിവിഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മൈറ്റോജനിക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്തു. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ആണ് അവിടെ ഉള്ളത്. റൈസോബിയ റൂട്ട് ഹെയറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോഡ് ഫാക്ടേഴ്സ് അവിടെ നിന്ന് റിലീസ് ആവും. ആ നോഡ് ഫാക്ടേഴ്സ് എന്തിനൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്? കേളിംഗ് ഓഫ് റൂട്ട് ഹെയറിനെയും അതേപോലെ തന്നെ മൈറ്റോജനിക് സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ട് സെൽ ഡിവിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സെൽ ഡിവിഷൻ എന്തിനു സഹായിക്കുന്നു? സെല്ല് ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത് സെല്ല് ഇങ്ങനെ ഒന്നുള്ളത് രണ്ടായിട്ട് മാറുന്നു, രണ്ടുള്ളത് നാലായിട്ട് മാറുന്നു. അപ്പൊ അവിടെ റൂട്ട് നോഡ്യൂൾ ഫോർമേഷന് സഹായിക്കുന്നു. അതേപോലെ തന്നെ നോഡുലിൻ ജീൻസിന്റെ നോഡ് ഫാക്ടർ ഓൾസോ ഇൻഡ്യൂസസ് സെവറൽ നോഡ്യൂൾ സ്പെസിഫിക് പ്ലാൻ ജീൻസ് കോൾഡ് നോഡുലിൻ ജീൻസിന്റെ ആ ഒരു എന്താ പറയാ, അത് ജനറേറ്റ് ചെയ്യാനും കൂടെ സഹായിക്കുന്നുണ്ട്. നോഡുലിൻ ജീൻസ് സിന്തസൈസ് ചെയ്യാനും കൂടെ സഹായിക്കുന്നുണ്ട്. ഇനി ഇൻഫെക്റ്റഡ് സെൽസിലാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയോയിഡ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ആ റൈസോബിയ ഡിവൈഡ് ചെയ്ത്, ഈ ബാക്ടീരിയോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ റൈസോബിയ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന എൻലാർജ്ഡ് ഫോം ഓഫ് ബാക്ടീരിയയാണ് ബാക്ടീരിയോയിഡ്സ് എന്ന് പറയുന്നത്. റിഡക്ഷൻ ഓഫ് നൈട്രജൻ, ഇത് ബാക്ടീരിയോയിഡ്സ് ആയിക്കഴിഞ്ഞാലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നൈട്രജനെ റെഡ്യൂസ് ചെയ്തിട്ട് അമോണിയ ആയിട്ട് മാറുന്നത്. ഈ ബാക്ടീരിയോയിഡ്സ് ആണ് അതിന് സഹായിക്കുന്നത്. നൈട്രോജീനസ് എൻസൈം ഈ ഒരു റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ബാക്ടീരിയോയിഡ്സ് എന്ന് പറയുന്നത് നൈട്രോജീനസ് എൻസൈം ആണ് ഈ ഒരു കൺവേർഷന് സഹായിക്കുന്നത്. നൈട്രജനെ ബാക്ടീരിയോയിഡ്സ് എന്താക്കി മാറ്റുന്നു? അമോണിയ ആക്കി മാറ്റുന്നു. ആ ഒരു കൺവേർഷൻ സഹായിക്കുന്ന എൻസൈം ആണ് ഫൈറ്റോ ഹോർമോൺ ആണ് നമ്മുടെ നൈട്രോജനൈസ് എന്ന് പറയുന്നത്. ഈ നൈട്രോജനൈസ് എൻസൈമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്സിജനുമായിട്ട് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ റൂട്ട്സിലെല്ലാം ഓക്സിജന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ആ ഒരു സെൽസിലെല്ലാം ഓക്സിജന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇത് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? ആ റൂട്ടിന്റെ ഉള്ളിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ലെഗ് ഹീമോഗ്ലോബിൻ ഉള്ള റൂട്ട് നോഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു പിങ്ക് കളർ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോഡ്യൂൾ ഫോർമേഷനിലും അതേപോലെ തന്നെ നമ്മള് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നോട്ട് ഫാക്ടേഴ്സ് പറഞ്ഞു. ആ നോട്ട് ഫാക്ടേഴ്സ് 3 പഠിക്കണം. എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് നോക്കണം. പിന്നെ കാര്യമായിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫങ്ഷൻസ് എല്ലാം നോട്ട് ഫാക്ടേഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്ത് സിന്തസൈസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ബാക്ടീരിയോയിഡ്സ് ഡിവൈഡ് ചെയ്തിട്ട് ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറും. ഈ ബാക്ടീരിയോയിഡ്സ് നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഡൈനൈട്രജൻ എന്താക്കി മാറ്റുന്നു? അമോണിയ ആക്കിയിട്ട് മാറ്റുന്നു. ഈ നൈട്രോജനേസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ് ഓക്സിജനായിട്ട്. അതുകൊണ്ട് തന്നെ സെല്ലില് ഇത് റെഗുലേറ്റ് ചെയ്യുന്നൊരു ഓക്സിജൻ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ലെഗ് ഹീമോഗ്ലോബിൻ. ഈ ലെഗ് ഹീമോഗ്ലോബിന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക ആ റൂട്ട് നോഡ്യൂൾസിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രീ ലിവിങ്ങും അതേപോലെ മ്യൂച്വലിസ്റ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ സിംബയോട്ടിക്കിന് എക്സാമ്പിൾസ് ആണ്. ഫ്രീ ലിവിങ്ങിന് ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സൈനോ ബാക്ടീരിയ, ഗ്രീൻ സൾഫർ ബാക്ടീരിയ, അസോബാക്ടർ. അതേപോലെ മ്യൂച്വലിസ്റ്റിക് ബാക്ടീരിയാസിന് എക്സാമ്പിൾ ആണ് റൈസോബിയം, സ്പൈറില്യം, ഫ്രാങ്കിയ. ഈ 3 എക്സാമ്പിൾസ് നോക്കി വെക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഒന്നുമില്ല, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് ഈ ഒരു എൻവയോൺമെന്റൽ മൈക്രോബയോളജിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ്. എന്താ ലാസ്റ്റ് ടോപ്പിക്? ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ. എന്താ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ? കുറച്ച് വലിയ വാക്കാണ് അല്ലേ? ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ 3 വേർഡ്സിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്താ ബയോ ജിയോ കെമിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് ആണ്. ജിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിനെയാണ് നമ്മൾ പറയുന്നത് എബയോട്ടിക് ആയിട്ടുള്ളത്. കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രിയൻസ് ആണ്. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത്. ഇതൊരു സൈക്കിൾ ആയിട്ടാണ് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ. അതായത് ഈ ന്യൂട്രിയൻസ് ഒരു സൈക്കിളായിട്ട് എബയോട്ടിക്കും ബയോട്ടിക്കും തമ്മിലുള്ള ആ എബയോട്ടിക്കിന്ന് ബയോട്ടിക്കിലേക്കുള്ള മൂവ്മെന്റ്, ബയോട്ടിക്കിൽ നിന്ന് എബയോട്ടിക്കിലേക്കുള്ള മൂവ്മെന്റ്. അപ്പൊ ഇതിങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് പോവാന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്താണ്? എങ്ങനെ ഈ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് പോസിബിൾ ആവുന്നത് നിങ്ങൾ അറിയോ? എങ്ങനെയാ പോസിബിൾ ആവുന്നതെന്ന്? ഇപ്പൊ നമ്മൾ പ്ലാന്റ്സ് എടുത്തു എന്ന് വിചാരിക്കുക.
ഈ പ്ലാന്റ്സ് എവിടെന്നാ വളരുന്നത്? എങ്ങനെ ന്യൂട്രിയൻസ് വലിച്ചെടുത്തിട്ടാ വളരുന്നത്? സോയില്, അതായത് നമ്മുടെ എർത്തിനെയാണ് നമ്മളിവിടെ സോയിലായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. സോയിലായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഈ പ്ലാന്റ്സിന് എന്താ സംഭവിക്കുന്നത്? ഈ പ്ലാന്റ്സിന് എന്താ സംഭവിക്കുക? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സ് ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് എവിടേക്ക് അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ ചെല്ലുന്നത്? സോയിലിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ആയിട്ടാണ് നടക്കുന്നത്, അല്ലേ? ആദ്യം സോയിലിൽ നിന്ന് ന്യൂട്രിയൻസിന് ആര് വലിച്ചെടുത്തു? പ്ലാന്റ്സ് വലിച്ചെടുത്തു. പ്ലാന്റ്സിനെ ആര് കൺസ്യൂം ചെയ്തു? നമ്മളെ അനിമൽസും മനുഷ്യന്മാരൊക്കെ കൺസ്യൂം ചെയ്തു. എന്നിട്ട് പ്ലാന്റ്സ് കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് ഡീകമ്പോസ് ചെയ്തു പോയി. ഈ ഡീകമ്പോസ് ചെയ്തത് എവിടേക്കാണ്? സോയിലിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇതൊരു സൈക്കിൾ ആയിട്ടാണ് നടക്കുന്നത്. എത്ര ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് നമുക്ക് പഠിക്കാനുണ്ട്? നൈട്രജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, സൾഫർ സൈക്കിൾ. അങ്ങനെ 5 നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്താണെന്നും കൂടെ നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞു തന്നു. ഇനി മൂവ്മെന്റ് ഓഫ് എസെൻഷ്യൽ എലമെന്റ്സ് ലൈക്ക് നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലാണ്? എബിയോട്ടിക്കും ബയോട്ടിക് കമ്പോണൻസ് തമ്മിലുള്ള ഇതിന്റെ എസെൻഷ്യൽ എലമെന്റ്സിന്റെ ഒരു മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ഒക്കെയാണ് നമ്മുടെ എബിയോട്ടിക് കമ്പോണന്റ്. ബയോട്ടിക് കമ്പോണന്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ? പ്ലാന്റ്സ്, ആനിമൽസ്, അതേപോലെ തന്നെ നമ്മള് മനുഷ്യന്മാരും എല്ലാം ബയോട്ടിക്കിൽ പെടുന്നതാണ്. 2 ടൈപ്പ് ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ആണ് ഇക്കോസിസ്റ്റത്തിൽ ഉള്ളത്. ഗ്യാഷ്യസ് സൈക്കിൾ ഉണ്ട്. എന്താ ഗ്യാഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? റിസർവയർ ഓഫ് എയർ ആണ്, അല്ലേ? അവിടെ ഫുൾ എന്താ ഉള്ളത്? വായു ആണ് ഉള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ വായുവിനെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറെ ഓക്സിജനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ ആണെന്നുണ്ടെങ്കിൽ ആര് അബ്സോർബ് ചെയ്യുന്നു? നമ്മുടെ ഇൻടേക്ക് ചെയ്യുന്നു. നമ്മുടെ പ്ലാന്റ്സ് യൂസ് ആക്കുന്നു. ഇത് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു. പിന്നെയും ഈ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഈ CO2 തന്നെയാണ് അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് പോകുന്നത്. അങ്ങനെ ഒരു സൈക്കിൾ ആയിട്ടാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം പറയുന്നില്ല. നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ സൈക്കിൾ ആണ് പറയുന്നത്. ഈ എലമെന്റ്സ് ഈ പറഞ്ഞിട്ടുള്ള നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ്സ് അറ്റ്മോസ്ഫിയറും അതേപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസും തമ്മിലുള്ള ആ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ്. ഇൻ ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ലിവിങ് ഓർഗാനിസംസ്. അതിന്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ഗ്യാഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെഡിമെന്ററി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എർത്തിന്റെ ക്രസ്റ്റിൽ സംഭവിക്കുന്നതാണ്. അതിന് അറ്റ്മോസ്ഫിയറായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. ഇത് സംഭവിക്കുന്നത് ലിതോസ്ഫിയറിലാണ്. അതായത് ഇവിടെ ഫോസ്ഫറസും സൾഫറും കാൽഷ്യം സൈക്കിൾ ആണ് നടക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ സെഡിമെന്റ്സ് ഫോം ചെയ്യുന്നുണ്ട് റോക്സ് ആയിട്ട്. അപ്പൊ ഈ റോക്സിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? ഈ മിനറൽസ് എന്ന് നമ്മൾ പറയും. അതേപോലെ ഈ ഒരു പറഞ്ഞിട്ടുള്ള എലമെന്റ്സ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡെപ്പോസിറ്റ് ചെയ്തത് എന്താ സംഭവിക്കുന്നത്? അത് ലിവിങ് ഓർഗാനിസംസ് എടുക്കുന്നു. ലിവിങ് ഓർഗാനിസംസിന് ഡെത്ത് സംഭവിക്കുമ്പോൾ അത് വീണ്ടും മണ്ണിലേക്ക് പോകുന്നു. അങ്ങനെ ഡിസോൾവ് ചെയ്ത് വെള്ളത്തിന്റെ അടിയിൽ പോയി ഡിസോൾവ് ചെയ്യുന്നില്ല, ബാക്കി കൺസ്യൂം ചെയ്യാത്തതെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓഷ്യൻസിലൊക്കെ സെറ്റിൽ ആയിട്ട് അവിടെ നിന്ന് സെഡിമെന്റ്സ് ഫോം ചെയ്തിട്ട് മാറുന്നു. അതിനെയാണ് സെഡിമെന്ററി സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ സൈക്കിൾ ആണ്. അപ്പൊ എന്താണ് നൈട്രജൻ സൈക്കിൾ? നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന് സോയിലിൽ നിന്ന് കിട്ടുന്നു. അതേപോലെ തന്നെ പ്ലാന്റിന്റെ ഗ്രോത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് കൂടിയാണ് നൈട്രജൻ. ബയോളജിക്കൽ മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻ, അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൽ ഏതൊക്കെ വരുന്നുണ്ട്? DNA, RNA വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ സൈക്കിളില് താഴെ ചാർട്ടല്ല ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇത് നോക്കിയാലും മതി, അല്ലെങ്കിൽ ഇവിടെ നോക്കിയിരിക്കാം. ആ ഒരു PDF ഓപ്പൺ ആക്കി വെച്ചാൽ മതി. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 78% ഓഫ് നൈട്രജൻ എവിടെയുള്ളത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത്. അപ്പോ
സോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്നുള്ളത് തന്നെയാണ്. ഇവിടുന്ന് പ്ലാന്റ്സും ആനിമൽസ് ഒക്കെ ഇതിനെ സോലബിൾ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്, നൈട്രജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അമോണിയം അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുക. അത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ ഉണ്ട്, ലൈറ്റനിങ് ആൻഡ് റെയിനിലൂടെ ഉള്ള ഇലക്ട്രിക്കൽ ഫിക്സേഷനും ഉണ്ട്. ഇൻഡസ്ട്രിയലിൽ വരുന്നത് ഏതാണ്, ഹെയ്ബർ പ്രോസസ് ആണ്. അതിന് നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നൈട്രജനും ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്ന, അമോണിയ ആക്കിയിട്ടാ മാറ്റുന്നത്. അപ്പൊ അതും എന്താണ്, ഒരു നൈട്രജൻ ഫിക്സേഷൻ ആണ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ, അതേപോലെ ഇലക്ട്രിക്കൽ ഫിക്സേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്, നൈട്രോസിഫയേഴ്സ് അതായത് നൈട്രോസോമോണാസും അതേപോലെ നൈട്രോകോക്കസും അമോണിയം അയോണിനെ നൈട്രൈറ്റ് ആക്കിയിട്ട് മാറ്റുന്നു. ലേറ്റർ അതിനുശേഷം നൈട്രിഫൈങ് ബാക്ടീരിയ ആയിട്ടുള്ള നൈട്രോബാക്ടറും നൈട്രോസിസ്റ്റിസും കൂടെ ഇതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രൈറ്റിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇതാണ് നൈട്രജൻ ഫിക്സേഷനിൽ സംഭവിക്കുന്നത്. ഫസ്റ്റ് നൈട്രജൻ ഫിക്സേഷനിൽ എന്താ സംഭവിച്ചത്, നൈട്രജനെ അമോണിയ ആക്കി മാറ്റി. ഇത് നൈട്രിഫിക്കേഷനിലാണ് ഈ പറഞ്ഞ സ്റ്റെപ്പ്. ആദ്യം നൈട്രോസിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് നൈട്രജൻ അമോണിയ ആക്കി മാറ്റുന്നു, അമോണിയത്തിനെ അമോണിയം അയോണിനെ പിന്നെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. അതിനുശേഷം നൈട്രോബാക്ടർ നൈട്രോസിസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയാസ് ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇപ്പൊ 2 പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് പ്രോസസ്സിൽ നൈട്രജൻ ഫിക്സേഷനിൽ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്, നൈട്രജൻ ഇൻടു അമോണിയ ആയിട്ടാണ് അല്ലെങ്കിൽ അമോണിയം അയോൺ ആയിട്ടാണ് മാറിയത്. നൈട്രിഫിക്കേഷനിലാണെന്നുണ്ടെങ്കിലോ നൈട്രജൻ ആദ്യം അമോണിയ അയോൺ ആക്കി മാറ്റുന്നു, അതിനെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു, പിന്നെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇത് ചോദിക്കാവുന്നതാണ് കേട്ടോ. നൈട്രിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നൈട്രജൻ അസിമിലേഷൻ ആണ്. എന്താ നൈട്രജൻ അസിമിലേഷൻ, നൈട്രജൻ എന്ന് പറയുന്നത് നമ്മൾ നൈട്രൈറ്റ് ഫോമിലാക്കി മാറ്റി. ആ നൈട്രേറ്റ് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ നൈട്രോജീനിയസ് കോമ്പൗണ്ട്സിനും അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഇവരിതിനെ അബ്സോർബ് ചെയ്തിട്ട് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ പ്ലാന്റ് ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്, നൈട്രൈറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. ആ നൈട്രൈറ്റിനെ പിന്നീട് എന്താക്കി മാറ്റുന്നു, അമോണിയം അയോൺസ് ആയിട്ട് മാറ്റുന്നു. ഈ അമോണിയ ഓർഗാനിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമിനോ ആസിഡായി മാറുന്നു. പല എൻസൈമുകളുടെയും സഹായത്തിൽ അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. ഇതാണ് നൈട്രജൻ അസിമിലേഷനിൽ. അമിനോ ആസിഡ്സ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻസ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. പ്രോട്ടീൻസ് ഉണ്ടാവുന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് അങ്ങനെ വിചാരിക്കണ്ട. പ്രോട്ടീൻസിന്റെ ബേസിക് യൂണിറ്റ് ആണ് അമിനോ ആസിഡ്സ്. അതൊന്ന് ഓർത്ത് വെക്കണേ. പിന്നെ 3 പറഞ്ഞില്ലേ. അപ്പൊ ഫസ്റ്റത്തേൽ എന്താ പറഞ്ഞത്, നൈട്രജൻ ഫിക്സേഷനിൽ നൈട്രജൻ എന്താക്കിയിട്ടാ മാറ്റുന്നത്, അമോണിയ ഓർ അമോണിയം അയൺ. പിന്നെ നൈട്രിഫിക്കേഷൻ പറഞ്ഞു. നൈട്രിഫിക്കേഷനിൽ എന്താ സംഭവിക്കുന്നത്, നൈട്രജൻ ആദ്യം എന്താക്കി മാറ്റുന്നു, അമോണിയം അയോൺ ആക്കി മാറ്റുന്നു, അതിനെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു, അതിനെ പിന്നെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. 3ാമത്തെ നൈട്രജൻ എസിമിലേഷൻ ആണ്. എസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രൈറ്റ് എന്ന് പറയുന്നത് അബ്സോർബബിൾ ഫോം ആണ്. അതിനെ അബ്സോർബ് ചെയ്ത് പ്രോട്ടീൻ ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് അസിമിലേഷൻ. അവിടെ എന്തായിട്ടാ മാറുന്നത്, ഈ നൈട്രൈറ്റ് പിന്നെ നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു, അതിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു, നൈട്രൈറ്റ് പിന്നെ അമോണിയം അയോൺ ആയിട്ട് മാറുന്നു. ഈ അമോണിയം അയോണും ഓർഗാനിക് ആസിഡ്സും കമ്പൈൻ ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. അതാണ് 3ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത്. ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് അമോണിഫിക്കേഷൻ. എന്താ അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഓർഗാനിക് നൈട്രജൻ സബ്സ്റ്റൻസുകൾ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, അമോണിയ ആയിട്ട് മാറുന്നു. അതായത് ഈ പ്ലാന്റ്സ് ഒക്കെ നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഓർഗാനിക് ആയിട്ടുള്ള നൈട്രോജീനിയസ് സബ്സ്റ്റൻസ് ആണ് പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, മാനുവർ, യൂറിയ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് കുറെ കാലം ഓക്സിജന്റെ പ്രസൻസിലും അതേപോലെ തന്നെ ഫോട്ടോലിസിസ് ഒക്കെ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറുന്നു, അമോണിയ ഓർ അമോണിയം അയോൺ ആയിട്ട് മാറുന്നു. അതാണ് അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി 5ാമത്തെയാണ് ഡീനൈട്രിഫിക്കേഷൻ. എന്താ ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രോസസ്സിൽ നൈട്രേറ്റ് എന്ന് പറയുന്നത് അവൈലബിൾ ഫോം ഓഫ് നൈട്രജൻ നൈട്രേറ്റ് ആണ്. ഫോർ പ്ലാന്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫ്രീ നൈട്രജൻ ആയിട്ട് മാറുന്നു. എനൈറോബിക് ബാക്ടീരിയന്റെ സഹായത്തിൽ, അതായത് ബാസിലസ് സബ്റ്റിലിസ് അഥവാ തയോബാസിലസ് ഡീനൈട്രിഫിക്കൻസിന്റെ ഒക്കെ സഹായത്തിൽ എന്തായിട്ട് മാറുന്നു, നൈട്രേറ്റ് ഫ്രീ നൈട്രജൻ ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് ഡീനൈട്രിഫിക്കേഷൻ. ഇവിടെ നൈട്രജൻ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോസസ് എന്താണ്, ഫസ്റ്റ് പ്രോസസ്സ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഫിക്സേഷൻ വഴി നൈട്രജൻ ബാക്ടീരിയാസ് യൂസ് ചെയ്തിട്ട് അമോണിയം അഥവാ അമോണിയം അയോൺ ആയിട്ട് മാറുന്നു ഇല്ലേ.
ഈ അമോണിയ ആയിട്ട് മാറിയത് എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്? നൈട്രിഫിക്കേഷൻ ആണ്. എന്താ നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രൈറ്റുകള് നൈട്രേറ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് പറഞ്ഞത് അല്ലേ? രണ്ടാമത്തെ പ്രോസസ് ആയി. അപ്പോ ഇവിടെ നോക്കുക, ഇത് ഒന്നാമത്തെ പ്രോസസ്സ്, നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോസസ്സ്, മൂന്നാമത്തെ പ്രോസസ്സ് ഏതായിരുന്നു? അസിമിലേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോസസ്സ് ആണ് അമോണിഫിക്കേഷൻ. അഞ്ചാമത്തെ പ്രോസസ്സ് ആണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊന്നും ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രോസസ്സിലൂടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് അമോണിയ ആയിട്ട് മാറി. അതാണ് നമ്മുടെ നൈട്രജൻ ഫിക്സേഷൻ. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നൈട്രിഫിക്കേഷൻ ആണ്. എന്തായിട്ടാ മാറിയത്? ഈ അമോണിയ ആദ്യം നൈട്രേറ്റ് ആയിട്ട് മാറി. ആ നൈട്രൈറ്റിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് നൈട്രേറ്റ് ആയിട്ട് മാറി. ഈ നൈട്രേറ്റിന് എന്താ സംഭവിച്ചത്? അസിമിലേഷൻ വഴി ഇത് അമിനോ ആസിഡുകളായിട്ട് മാറി. ഓർഗാനിക് ആസിഡ് ആദ്യം ഈ നൈട്രേറ്റ് റിഡക്ഷൻ സംഭവിച്ച് നൈട്രൈറ്റ് ആയി മാറി. അവിടുന്ന് അമോണിയ ആയിട്ട് മാറി. ആ അമോണിയെ അതേപോലെ തന്നെ ഓർഗാനിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറി? അമിനോ ആസിഡുകളായിട്ട് മാറി. ഇനി അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ പ്ലാന്റ്സിനെ ആര് കഴിക്കും? നമ്മുടെ ആരെങ്കിലൊക്കെ കൺസ്യൂം ചെയ്യും. ഈവൻ അനിമൽസ് ആവട്ടെ കൺസ്യൂം ചെയ്യും. ആ കൺസ്യൂം ചെയ്യുന്നത് ഇപ്പോ എക്സ്ക്രീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആ എക്സ്ക്രീഷൻ മെറ്റീരിയലിൽ എന്തുണ്ട്? യൂറിയയുടെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ ആ യൂറിയ കുറെ കാലം അവിടെ കിടന്ന് ഡീകമ്പോസ് ചെയ്തിട്ട് അമോണിയ അതേപോലെ തന്നെ അമോണിയ ആയിട്ട് മാറുന്നുണ്ട്. അതാണ് അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ. പിന്നെ ഈ നൈട്രൈറ്റ് തന്നെ ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയാസ് യൂസ് ചെയ്തിട്ട് ഫ്രീ നൈട്രജൻ ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ലൈറ്റനിങ് വഴിയും എന്ത് കിട്ടുന്നുണ്ട്? നൈട്രേറ്റ് ആണ് കിട്ടുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നൈട്രജന്റെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഇത് നോക്കിയാലും മതി. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഞാൻ നോട്ട്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതാണെങ്കിലും നോക്കുക. ഇനി ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ആ കൺവേർഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നൈട്രജൻ ഫിക്സേഷനിൽ എന്തായിരുന്നു കൺവേർഷൻ? പറഞ്ഞേ. അമോണിയ ആദ്യം എന്തായിട്ടാ നൈട്രജൻ ആദ്യം എന്തായിട്ടാ മാറുന്നത്? അമോണിയ ആയിട്ട് മാറും. പിന്നീട് അമോണിയം അയൺ ആയിട്ട്, അല്ലെങ്കിൽ അമോണിയ പ്രസന്റ് ആവാം, അല്ലെങ്കിൽ അമോണിയം അയൺ ഡയറക്ട്ലി ആവുന്നു. രണ്ടാമത്തെ പ്രോസസ് എന്താ? നൈട്രിഫിക്കേഷൻ. നൈട്രിഫിക്കേഷനിൽ എന്താ സംഭവിക്കുന്നത്? അമോണിയം അയോൺ എന്തായിട്ടാണ് മാറുന്നത്? ആദ്യം നൈട്രജൻ അമോണിയ ആയിട്ട് മാറുന്നു, അമോണിയം അയൺ ആയിട്ട് മാറുന്നു, അമോണിയം അയോൺ നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു. നൈട്രൈറ്റ് എങ്ങനെയാ നൈട്രേറ്റ് ആയിട്ട് മാറുന്നത്? അതെ, ഓക്സിഡേഷൻ വഴിയാണ് നൈട്രേറ്റ് ആയിട്ട് മാറുന്നത്. ഇനി മൂന്നാമത്തെ പ്രോസസ് എന്താ? നൈട്രജൻ അസിമിലേഷൻ. എന്താ നൈട്രജൻ അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പൊ ഇവിടെ എന്തായിട്ടാ മാറുന്നത്? നൈട്രേറ്റ് ആദ്യം എന്തായിട്ട് മാറും? അമോണിയം അയോൺസ് ആയിട്ട് മാറും. ഡയറക്റ്റ് ആയിട്ട് മാറുകയാണോ ചെയ്യുന്നത്? നൈട്രേറ്റിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് നൈട്രൈറ്റ് ആയിട്ട് മാറും. അവിടുന്ന് അമോണിയം അയോൺ ആയിട്ട് മാറും. അവിടുന്ന് എന്തുമായിട്ടാ കമ്പൈൻ ചെയ്യണത്? ഓർഗാനിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താ ഉണ്ടാവുന്നത്? അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നു. അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അമോണിഫിക്കേഷൻ. എന്താ അമോണിഫിക്കേഷൻ? ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു, അമിനോ ആസിഡ്സ് അമോണിയം അയോൺ ആയിട്ട് മാറുന്നു. ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നേരത്തെ പറഞ്ഞതിന്റെ പ്രോസസ്സ്. നൈട്രിഫിക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് ഡീനൈട്രിഫിക്കേഷൻ. അത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ നൈട്രജൻ സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കാർബൺ സൈക്കിൾ ആണ്. കാർബൺ എന്ന് പറയുന്നത് ഫോർത്ത് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ് ആണ്. എല്ലാ തിങ്സിന്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ കാർബൺ തന്നെയാണ്. കാർബണിൽ ഉള്ള ഫോളോയിങ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് നോക്കാം. കാർബണിന്റെ മെയിൻ സോഴ്സ് എന്താണ്? അറ്റ്മോസ്ഫിയറും ഓഷനും തന്നെയാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്നും പ്ലാന്റ്സ് ഇതാക്കുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഓഷനിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബൺ ഫിക്സേഷൻ ആണ്. എങ്ങനെയാ കാർബൺ ഫിക്സേഷൻ? അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബണിനെ കൂടുതലും എന്തിന്റെ ഫോമിലാണ് ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോമിലാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആര് വലിച്ചെടുക്കുന്നു? പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു. ഓഷനിൽ നിന്ന് ആര് വലിച്ചെടുക്കുന്നു? ഫൈറ്റോ പ്ലാങ്ക്ടൻസ് വലിച്ചെടുക്കുന്നു. ഫോട്ടോസിന്തസിസ് വഴിയാണ് സംഭവിക്കുന്നത്. ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6 വാട്ടർ പ്ലസ് സൺലൈറ്റ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസും ഓക്സിജനും ആയിട്ട് മാറുന്നു. ഈ കാർബണിനെ നമ്മൾ ബയോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്താണ് ബയോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ആനിമൽസ് ഭക്ഷിക്കും. ആനിമൽസ് ഭക്ഷിക്കുന്നതോടെ ആ പ്ലാന്റ്സിലുള്ള കാർബൺ കണ്ടന്റ് എവിടേക്ക് ചെല്ലുന്നു?
ആനിമൽസിന്റെ ശരീരത്തിൽ ചെല്ലുന്നു. ആനിമൽസ് കുറെ കാലം കഴിയുമ്പോൾ അതിന് ഡെത്ത് സംഭവിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? അതിന്റെ ബോഡീസ് അല്ലെങ്കിൽ അതിന്റെ ഡെഡ് ബോഡീസ് ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് മണ്ണിൽ അലിഞ്ഞു പോവാണ്. അത് ആ ഫുഡ് ചെയിനിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്താണ്? റെസ്പിറേഷൻ. ലിവിങ് ഓർഗാനിസംസ്, അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്സ് ഒക്കെ ഈ ഒരു CO2നെ റിലീസ് ചെയ്യും. ത്രൂ ഓക്സിഡേറ്റീവ് റെസ്പിറേഷൻ വഴി അതെന്ത് ചെയ്യും? റിലീസ് ചെയ്യാറുണ്ട്. റെസ്പിറേഷൻ വഴി, അതായത് ഓക്സിഡേറ്റീവ് റെസ്പിറേഷൻ വഴി അതിനെ റിലീസ് ചെയ്യും. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആറാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിലൈസേഷൻ ആണ്. എന്താ ഫോസിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെഡ് ബോഡീസ് ഒക്കെ അതിന്റെ ബോൺസിലൊക്കെ ഈ ഒരു കാർബണിന്റെ പ്രസൻസ് ഉണ്ടാവും. അത് കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫോസിൽ ഫ്യൂൽസ് ആയിട്ട് മാറും. ഈ ഫോസിൽ ഫ്യൂൽസ് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുണ്ട്. അവിടെ നിന്ന് ആരാണ് എലിമിനേറ്റ് ആയിട്ട് പോകുന്നത്? കാർബൺ ആണ് എലിമിനേറ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ കമ്പഷന് വേണ്ടിയിട്ട് ഫോസിൽ ഫ്യൂൽസ്, അതാണ് പറഞ്ഞിട്ടുള്ള കാര്യം. കാർബൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആദ്യം ആര് എടുക്കുന്നു? ഫോട്ടോസിന്തസിസ് വഴി. കാർബൺ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അറ്റ്മോസ്ഫിയറിലാണ് കാർബണിന്റെ കണ്ടന്റ് കൂടുതലുള്ളത്, ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിനാര് വലിച്ചെടുക്കുന്നു? പ്ലാന്റ്സ്. അവിടെ കാർബൺ ഫിക്സേഷൻ സംഭവിക്കുന്നു. ഇത് ആർക്ക് പോകുന്നു? നമ്മുടെ പശു കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ പശുവിന് എന്തിന്റെ കണ്ടന്റ് കിട്ടി? കാർബണിന്റെ കണ്ടന്റ് കിട്ടി. ഇവര് റെസ്പിറേറ്റ് ചെയ്യുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ഇവിടേക്ക് എത്തുന്നു. പിന്നെ അതല്ല, പ്ലാന്റ്സ് അവിടെ നിന്ന് ഡീകമ്പോസ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ഡീകമ്പോസിഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകുന്നു. ഇനി ഇതൊന്നും അല്ലാതെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഫോസിലാണ് ഉണ്ടായതെങ്കിൽ ആ ഫോസിലൈസേഷൻ വഴി ഫോസിൽ ഫ്യൂൽസ് ഉണ്ടാവുന്നു. ആ ഫോസിൽ ഫ്യൂൽസിനെ കമ്പഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്സ് ആണ്, 7 സ്റ്റെപ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, കാർബൺ അറ്റ്മോസ്ഫിയറിലുണ്ട്, കാർബൺ ഫിക്സേഷൻ സംഭവിച്ചു. പിന്നെ ഡീകമ്പോസിഷൻ വഴി ഒന്ന് സംഭവിച്ചു, ബയോസ്ഫിയർ വഴി സംഭവിച്ചു, പിന്നെ ഡീകമ്പോസിഷൻ, പിന്നെ ഈ ഓർഗാനിസംസ് റെസ്പിറേറ്റ് ചെയ്യുന്ന വഴി, ഫോസിലൈസേഷൻ വഴി, കമ്പഷൻ വഴിയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. കാർബൺ സൈക്കിൾ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെയാണ് നമ്മുടെ ഓക്സിജൻ സൈക്കിൾ. എന്താണ് ഓക്സിജൻ സൈക്കിൾ? നമ്മുടെ ഇക്കോളജിക്കൽ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാണ്ട് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് തന്നെ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജനെ ആര് റിലീസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്സിജൻ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. നെക്സ്റ്റ് എന്താണ്? റെസ്പിറേഷൻ. ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് എന്തിനെയാണ് റെസ്പിറേറ്റ് ചെയ്യുന്നത്? ഓക്സിജനെയാണ് റെസ്പിറേറ്റ് ചെയ്യുന്നത്. ഓക്സിജനെ റെസ്പിറേറ്റ് ചെയ്തിട്ട് നമ്മൾ ആരെയാണ് റിലീസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷന്റെ സമയത്ത് ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഡീകമ്പോസേഴ്സ് റെസ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. കമ്പഷൻ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഓക്സിജന്റെ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എഫക്ട്സ് ഓക്സിജൻ ലെവൽ ഇൻഡയറക്ട്ലി ബൈ ഇൻഫ്ലുവൻസിങ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഈ ഒരു 4 സ്റ്റെപ്പേ പഠിക്കാനുള്ളൂ. അപ്പൊ അതൊന്ന് നോക്കാട്ടോ നമുക്ക്. ഓക്സിജൻ എങ്ങനെയാണ്? ഓക്സിജൻ ആര് റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു? നമ്മൾ റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. പ്ലാന്റ്സ്, പിന്നെ നമ്മൾ കൊടുക്കുന്ന CO2 പ്ലാന്റ്സ് സ്വീകരിച്ച് പ്ലാന്റ്സിന്റെ റെസ്പിറേഷൻ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആരെ ഇതാക്കുന്നുണ്ട്? ഓക്സിജനെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇതാക്കുന്നുണ്ട്. ആ ബൈ പ്രോഡക്റ്റിന് ആര് സ്വീകരിക്കുന്നു? ആനിമൽസ് റെസ്പിറേഷന് വേണ്ടി സ്വീകരിക്കുന്നു. ആനിമൽസ് കുറെ കാലം കഴിയുമ്പോൾ ഡീകമ്പോസ് ആവുന്നു. ഡീകമ്പോസ് ആയി കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? നമ്മുടെ CO2 ഉണ്ടാവുന്നു. അതിന്ന് റിലീസ് ചെയ്യുന്ന CO2 ആണ്. ആ CO2നെ പ്ലാന്റ്സ് സ്വീകരിച്ചിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഫോസിൽ ഫ്യൂൽസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കമ്പഷന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയൽ കമ്പഷൻ കഴിഞ്ഞതിന് ശേഷം ഓക്സിജൻ വീണ്ടും അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു. ഇതാണ് ഓക്സിജന്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നാലാമത്തെ സൈക്കിളാണ് ഫോസ്ഫറസ് സൈക്കിൾ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്ത് സൈക്കിളാണ്? ഗ്യാഷ്യസ് സൈക്കിളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഫോസ്ഫറസ് സൈക്കിൾ അല്ലേ? അതെന്താണ്? ഗ്യാഷ്യസ് സൈക്കിൾ ആണോ? അല്ല, സെഡിമെന്ററി സൈക്കിൾ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ഫോസ്ഫറസ് സൈക്കിളും സൾഫർ സൈക്കിളും സെഡിമെന്ററി സൈക്കിൾ ആണ്. അപ്പൊ ഫോസ്ഫറസ് നമുക്ക് നോക്കുക. ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ലിത്തോസ്ഫിയറിലാണ്. എങ്ങനെയാ കാണുന്നത്? സെഡിമെന്ററി സൈക്കിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പൊ ഫോസ്ഫറസിന്റെ മെയിൻ സോഴ്സ് എന്താണ്? ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള റോക്സിലാണ് ഫോസ്ഫറസ് കൂടുതലായിട്ട് കാണുന്നത്. രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, റോക്സ് ഉണ്ട്, റോക്സിന്റെ ഉള്ളിൽ ഫോസ്ഫറസ് ഉണ്ട്. വെതറിങ് സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു ഫോസ്ഫേറ്റ് റിലീസ് ആവുന്നുണ്ട്. സോല്യുബിൾ ഫോസ്ഫേറ്റ് ആയിട്ട് സോയിലിലേക്ക് റിലീസ് ആവുന്നുണ്ട്. ആ സോയിലിലേക്ക് റിലീസ് ആയിട്ടുള്ള ഫോസ്ഫേറ്റിനെ ആര് ഇൻടേക്ക് ചെയ്യുന്നു? പ്ലാന്റ്സ് ആ ഒരു ഫോസ്ഫേറ്റിനെ ഇൻ ദ ഫോം ഓഫ് ഓർത്തോഫോസ്ഫേറ്റ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാന്റ്സിന് എന്താ സംഭവിക്കുന്നത്? അത് ഫുഡ് ചെയിൻ വഴി ഓർഗാനിസംസിന് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇനി ഇതല്ല, ഡീകമ്പോസിഷൻ വഴി ഫോസ്ഫറസിന് എന്ത് ചെയ്യുന്നു? ഇനോർഗാനിക് ഫോം ആയിട്ട് മാറുന്നു, അതായത് ഫോസ്ഫേറ്റ് അയൺ ആയിട്ട് മാറുന്നു. അതിന് വീണ്ടും ആർക്ക് യൂസ് ചെയ്യാം? റീയൂട്ടിലൈസേഷൻ ബൈ പ്ലാന്റ്സിന് അതിനെ യൂസ് ആക്കാൻ പറ്റും. ഇനി ഇതൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? സോല്യുബിൾ ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഈ സോല്യുബിൾ ഫോസ്ഫേറ്റ് തന്നെ ഫുഡ് ചെയിനിൽ എടുക്കാത്ത ബാക്കി വരുന്ന ഫോസ്ഫേറ്റുകൾ എന്ത് ചെയ്യുന്നു? ഓഷ്യനിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. അത് ഇവഞ്ച്വലി ഒരു സെഡിമെന്ററി റോക്കായിട്ട് മാറുന്നു. അങ്ങനെ ആ റോക്കായി മാറുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഫോസ്ഫറസിനെ ലോക്ക് ചെയ്യും. പിന്നെ ഈ ഓഷ്യൻസിന്റെ അടിയിലുള്ള ഈ ഒരു പറഞ്ഞ ഓഷ്യൻസിന്റെ അടിയിലുള്ള ഈ സെഡിമെന്ററി റോക്സ് ജിയോളജിക്കൽ അപ്ലിഫ്റ്റ് കാരണം ഇതെന്നാണോ ഈ റോക്ക് നമ്മുടെ ഭൂമിന്റെ സർഫസിൽ വരുന്നത്, ആ സമയത്ത് വീണ്ടും വെതറിങ് സംഭവിച്ചിട്ട് ഇത് പിന്നെയും റിപ്പീറ്റ് ആയിട്ടൊരു സൈക്കിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ ഇമേജ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സൂം ചെയ്ത് വെക്കാം. നോക്കുക, ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ പാരന്റ് റോക്ക്. ആ പാരന്റ് റോക്കിന് വെതറിങ് സംഭവിച്ചു, ഫോസ്ഫേറ്റ് റോക്ക് ആയിട്ട് മാറുന്നു. മൂന്നാമത്തെ പ്രോസസ്സ് എന്താണ്? ഇതിന്ന് വരുന്ന സോല്യുബിൾ ആയിട്ടുള്ള ഫോസ്ഫേറ്റിനെ, ഓർത്തോഫോസ്ഫേറ്റിനെ ആര് ഇൻടേക്ക് ചെയ്യും? നമ്മുടെ പ്ലാന്റ്സ് ഇൻടേക്ക് ചെയ്യും. ഈ പ്ലാന്റ്സിനെ ആര് ഭക്ഷിക്കും? നമ്മുടെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ആനിമൽസ് അതിനെ ഇൻടേക്ക് ചെയ്യുന്നു. അതിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു. ആ ഫോസ്ഫേറ്റിനെ വീണ്ടും ആര് അബ്സോർബ് ചെയ്യും? കുറെയൊക്കെ നമ്മുടെ പ്ലാന്റ്സ് തന്നെ അബ്സോർബ് ചെയ്യും. ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യാത്തത് ലീച്ചിങ് വഴി നമ്മുടെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. ആ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഫോസ്ഫേറ്റിന്റെ സെഡിമെന്റ്സ് ആയിട്ട് മാറും. ഈ ഫോസ്ഫേറ്റിന്റെ സെഡിമെന്റ്സ് പിന്നീട് എന്താ സംഭവിക്കുക? ജിയോളജിക്കൽ അപ്ലിഫ്റ്റ് സംഭവിക്കും. ജിയോളജിക്കൽ അപ്ലിഫ്റ്റ് സംഭവിക്കുമ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ആയിട്ട് നടക്കും. ഇതാണ് സെഡിമെന്ററി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോസ്ഫറസും സൾഫർ സൈക്കിൾസും ബാക്കിയുള്ള മൂന്നെണ്ണത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. സെഡിമെന്ററി സൈക്കിൾസ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സൾഫർ സൈക്കിൾ ആണ്. ഇത് 5ാമത്തെയാണ്, നമ്പർ ഇട്ടപ്പോ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. സൾഫർ സൈക്കിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സെയിം ആസ് ഫോസ്ഫറസ് തന്നെയാണ്. ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വേരിയസ് റിസർവോയേഴ്സ് ഓൺ എർത്ത് ആണ്. അതായത് സെഡിമെന്ററി റോക്സും ഓഷ്യൻ സെഡിമെന്റ്സും ആണ് നമ്മുടെ സൾഫറിന്റെ റിസർവോയർ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഇറ്റ് ഓൾസോ എക്സിസ്റ്റ് ഇൻ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും ആയിട്ടാണ്. അപ്പൊ റോക്കിലുള്ളതാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? വെതറിംഗ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഈ വെതറിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ സോല്യൂബിൾ ആയിട്ടുള്ള സൾഫർ കോമ്പൗണ്ട്സ് സോയിലിലേക്ക് റിലീസ് ആവുന്നു. അങ്ങനെ സൾഫർ കോമ്പൗണ്ട്സ് സോയിലിലേക്ക് റിലീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ട് ഇത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യും. ഓക്സിജനായിട്ട് പെട്ടെന്ന് തന്നെ കമ്പൈൻ ചെയ്തിട്ട് സൾഫേറ്റ് അയോൺസ് ഫോം ചെയ്യും. SO4- ഒക്കെ പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. അങ്ങനെ സൾഫേറ്റ് അയോൺസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ സോയിലിലേക്ക് വന്നിട്ടുണ്ട്, അതിന്റെ സോല്യൂബിൾ ഫോം വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു, സൾഫേറ്റ് അയോൺസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഫുഡ് ചെയിനിലൂടെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ ഡീകമ്പോസിഷൻ വഴി. ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സൾഫറിനെ ഇനോർഗാനിക് ഫോം ആയിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡും അല്ലെങ്കിൽ സൾഫേറ്റിന്റെ രൂപത്തിൽ ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു. സെർട്ടൈൻ ബാക്ടീരിയാസ് ആണ് ഈ ഒരു ഓർഗാനിക് സൾഫറിനെ ഇനോർഗാനിക് ഫോമിലാക്കി മാറ്റുന്നത്. ഹൈഡ്രജൻ സൾഫൈഡും സൾഫേറ്റും ആണ് അവിടെ ഉള്ളത്. ഇനി അടുത്തത് വോൾക്കാനിക് ആക്ടിവിറ്റി. വോൾക്കാനിക് എറപ്ഷൻസ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഈ സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്കാണ് റിലീസ് ആവുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫർ സൈക്കിള് റിപ്പീറ്റ് അടിച്ച് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം സൾഫർ ഡയോക്സൈഡ്സ്, അതായത് ഈ ഇൻഡസ്ട്രി വേസ്റ്റ് എന്നൊക്കെ വരുന്ന പുകപടലങ്ങളൊക്കെ എവിടേക്കാ പോകുന്നത്? സൾഫർ ഡയോക്സുകളുടെ ഫോമിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് എയർ പൊല്യൂഷന് വലിയൊരു കാരണമാണ് സൾഫറിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത്. സൾഫർ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റെയിൻഫോളിലൂടെ, അതായത് എന്തായാലും
നമ്മൾ ആസിഡ് റെയിൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ആസിഡ് റെയിനിലൊക്കെ എന്താ പറയുന്നത്? H2SO4 ആയിട്ടാണ്. അതായത് സൾഫറിന്റെ ഡയോക്സൈഡ്സ് മുകളിലെത്തി, ട്രയോക്സൈഡും ഡയോക്സൈഡും ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെത്തി വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H2SO4 ആയിട്ടാണ് താഴത്തേക്ക് വീഴുന്നത്. അപ്പോൾ സൾഫറിന്റെ എർത്ത് സർഫേസ് റെയിൻഫോളിലും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ഡെപ്പോസിഷനും കാരണം നമ്മുടെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന്റെ pH അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സൾഫറിന്റെ ഡെപ്പോസിഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു 7 വേസിലാണ് സൾഫർ സൈക്കിൾ റിപ്പീറ്റ് അടിച്ച് വരുന്നത്. നോക്കുക, അറ്റ്മോസ്ഫിയറിലുള്ള സൾഫേറ്റ്സുകൾ ഉണ്ട്, ഇൻഡസ്ട്രീസിൽ നിന്ന് പോകുന്ന സൾഫേറ്റുകൾ ഉണ്ട്, അതേപോലെ H2S, SO2, SO2 വോളറ്റലൈസേഷൻ വഴി പോകുന്നത്. ഇനി ആസിഡ് റെയിൻ വഴി എവിടെ വീഴുന്നുണ്ട്? നമ്മുടെ ഭൂമിയിലേക്ക് അത് തിരിച്ചെത്തുന്നുണ്ട്. ഇവിടെ അത് സെറ്റിൽ ഡൗൺ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ അവിടെ ഉണ്ടാവും. സോയിലുള്ള SO2, പിന്നെ പ്ലാന്റ്സ് അപ്ടേക്ക് ചെയ്യുന്നു, സോയിലിൽ ഓർഗാനിക് മാറ്ററിൽ, പിന്നെ ഡീകമ്പോസിഷൻ എല്ലാത്തിലും വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൾഫർ സൈക്കിളിൽ പഠിക്കാനുള്ളത്. ഒരു 7 പോയിന്റ്സ് ഉണ്ട്. ആ 7 പോയിന്റ്സും ഒന്ന് ഓർത്ത് വെക്കുക. ഏകദേശം എല്ലാത്തിലും വരുന്ന കോമൺ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ട്. എല്ലാത്തിലും ഡീകമ്പോസിഷൻ വഴി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ പലതിലും ഇൻഡസ്ട്രിയലൈസേഷൻ വഴി വരുന്ന സൈക്കിളുകൾ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഈ 5 നമ്മൾ പഠിച്ചു. അതിൽ 3 ഗ്യാഷ്യസ് സൈക്കിളും 2 സെഡിമെന്ററി സൈക്കിൾസും ആണ്. അപ്പൊ അത് പഠിക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്തായിരുന്നു? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടുള്ളത്. അപ്പൊ ഈ 2 ടോപ്പിക്സും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിന്റെ ടോപ്പിക്സ് ഇവിടെ ഈ ഒരു എൻവയോൺമെന്റൽ മൈക്രോബയോളജിയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.